സഭയായി വ്യത്യസ്ത കഴിവുകളുള്ളവരുടെ ദിനമായി വേർതിരിച്ചിരിക്കുകയാണ്. ഈ ദിനം വിശുദ്ധ എവൻഗേലിയോനായിട്ട് വായിക്കുവാൻ നിശ്ചയിക്കപ്പെട്ട് നൽകിയിട്ടുള്ളത് വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള വേദഭാഗമാണ്. വരണ്ട കൈയുള്ള മനുഷ്യനെ ദൈവാലയത്തിൽ ആരാധനാ മധ്യേ യേശു സുഖപ്പെടുത്തുന്ന സുന്ദരമായ ഒരു വേദഭാഗമാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. മർക്കോസിൻ്റെ സുവിശേഷ രചന അനുസരിച്ച് യേശുവിൻ്റെ ജീവിതത്തിൽ വളരെയധികം നിർണായകമായ സ്ഥാനം പിടിച്ച ഒരു സംഭവമാണ് ശബത്തിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾ. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 23 മുതൽ 28 വരെയുള്ള വാക്യങ്ങളും ഇവിടെ പരാമർശിക്കുന്ന 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 6 വരെയുള്ള ഭാഗങ്ങളിലും സുവിശേഷം എഴുതി തുടങ്ങുന്ന ഒരു കാലഘട്ടത്തിൽ തന്നെ ശബത്തിനെ ചൊല്ലിയുള്ള വിവാദങ്ങളുടെ ഒരു ഘോഷയാത്ര ആരംഭിക്കുന്നത് കാണുവാൻ സാധിക്കും. യേശുവിനെ വിസ്താരത്തിലേക്കും മരണത്തിലേക്കും തന്നെ നയിക്കുവാൻ കാരണമായ ഈ വാദങ്ങളിൽ യേശു സ്വീകരിച്ച നിലപാട് വേട്ടക്കാരനും ഇരയ്ക്കുമിടയിൽ ഇരയുടെ പക്ഷം പിടിക്കുക എന്നതായിരുന്നു. സുവിശേഷം എഴുതപ്പെടുന്ന കാലഘട്ടത്തിൽ ചൂടേറിയ ചർച്ചകൾക്ക് തുടക്കം കുറിച്ച വിഷയമായിരുന്നു ശബത്താചരണം. മനുഷ്യ നന്മയെ മാത്രം ലാക്കാക്കിയിട്ടുള്ളതാവണം ശബത്ത് എന്ന പഠനത്തിന് യേശു തുടക്കം കുറിച്ചു. ശബത്ത് മനുഷ്യന് വേണ്ടിയാണെന്നും മനുഷ്യൻ ശബത്തിന് വേണ്ടി അല്ല എന്നുമുള്ള വിചാരം ഇതിന് പിൻബലമേകുന്നുണ്ട്. ശബത്ത് ബുദ്ധിമുട്ടുളവാക്കുന്ന ഒരു ബാധ്യതയായി മനുഷ്യന് തീരാറുണ്ടോ, അതോ നിലവിലുള്ളതിനെ പുതുക്കുന്ന ദൈവ പ്രമാണമായിട്ടാണോ കാണേണ്ടത്? മനുഷ്യപുത്രൻ ശബത്തിനും കർത്താവ് എന്ന പ്രസ്താവന കേവലം യേശുവിൻ്റെ അധികാരത്തെ പ്രഖ്യാപിക്കുന്നത് മാത്രമല്ല, ശബത്ത് നിയമത്തെ പുനർവ്യാഖ്യാനം ചെയ്യാനുള്ള യേശുവിൻ്റെ ഒരു അധികാരത്തെയും സൂചിപ്പിക്കുകയാണ്. മനുഷ്യൻ്റെ ക്ഷേമത്തിനായി ദൈവത്താൽ സ്ഥാപിതമായ ശബത്തിൻ്റെ ശരിയായ നടപടിക്രമങ്ങൾ നിശ്ചയിക്കേണ്ടത് മനുഷ്യനല്ല, ദൈവമാണ്. മനുഷ്യ ആവശ്യങ്ങളെ ശരിയായി അറിയുകയും കർത്തൃദിവസം എങ്ങനെ ആചരിക്കപ്പെടണം എന്നതിനെയും ചൊല്ലി യേശു കർത്താവ് വളരെ അർത്ഥവത്തായ ഒരു വിവരണം നൽകുന്നത് ഈ ഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കും. വരണ്ട കൈയുള്ള മനുഷ്യൻ്റെ സൗഖ്യം ഈ വേദഭാഗത്ത് സംഭവിക്കുന്ന വലിയൊരു അത്ഭുത പ്രവർത്തനമാണ്. ഈ സംഭവത്തിനകത്ത് ഒരു പ്രശ്നമുണ്ട്, പ്രതിവിധിയുണ്ട്. സൗഖ്യത്തിന് കാരണമായി തീരുന്ന തെളിവുകളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. തെളിവ് സഹിതം കൺമുമ്പിൽ കാണുന്ന ഒരു അത്ഭുത പ്രവർത്തനത്തിൽ അവരുടെ പ്രതികരണം ആശ്ചര്യത്തെക്കാൾ കൂടുതൽ യേശുവിനോടുള്ള ഒരു ശത്രുത മനോഭാവമാണ്. 3-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, പരീശന്മാർ ജീവിതത്തിൽ ഇന്നോളം സഖിത്വം ആചരിച്ചിട്ടില്ലാത്ത ഹെരോദ്യരുമായി കൂട്ടുകൂടുകയാണ്. അവർ ഹെരോദ്യരുമായി കൂട്ടുകൂടിയത് യേശുവിനെ നശിപ്പിക്കുന്നതിനുള്ള ഗൂഢാലോചനകൾ നടത്തുന്നതിനായിട്ടാണ്. മതമനുഷ്യരും രാഷ്ട്രീയ മനുഷ്യരും തമ്മിൽ കൂട്ടുചേരുന്നത് ദൈവരാജ്യത്തിന് ഗുണകരമായി തീരുന്നില്ല എന്നതാണ് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. മതവും രാഷ്ട്രീയവും തമ്മിൽ കൂട്ടുചേരുന്നത് എന്തിനു വേണ്ടിയാണ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ജീവനെ പരിപോഷിപ്പിക്കുന്നതിനായി വ്യവസ്ഥാപിതമായ ശബത്തിൻ്റെ തന്നെ കർത്താവിനെ നിഷ്കാസനം ചെയ്യുന്ന തരത്തിലൊരു ശത്രുതയായി വളരുന്നത് ഈ ഭാഗത്ത് കാണുന്നു. ശബത്തിൽ കതിർ പറിച്ചു തിന്ന് വിശപ്പടക്കുന്ന ശിഷ്യന്മാരെ ചോദ്യം ചെയ്യുന്ന പരീശവാദത്തെ അബ്യാഥാർ പുരോഹിതന്റെ കാലത്ത് ദാവീദ് തനിക്കും കൂടെയുള്ളവർക്കും ദൈവാലയത്തിലെ കാഴ്ചയപ്പം നൽകി വിശപ്പടക്കിയത് ഓർമ്മപ്പെടുത്തി ഖണ്ഡിക്കുവാനാണ് യേശു കർത്താവ് ശ്രമിക്കുന്നത്. മനുഷ്യന്റെ അടിസ്ഥാന അവകാശങ്ങളെയും ആവശ്യങ്ങളെയും നിറവേറ്റി നൽകുന്നതിനേക്കാൾ വലിയതായി യാതൊന്നുമില്ല എന്ന് യേശു സമർത്ഥിക്കുകയാണ്. വരണ്ട കൈയുള്ള മനുഷ്യന്റെ സംഭവം മനുഷ്യ വൈകല്യങ്ങളോടുള്ള യേശുവിൻ്റെ ആർദ്ര സമീപനത്തിൻ്റെ നേർക്കാഴ്ചയായി കാണാൻ സാധിക്കും. പള്ളിയിൽ പ്രാർത്ഥിക്കാൻ വന്നവർ യേശു എന്ത് ചെയ്യും എന്ന് നോക്കാൻ വന്നവരാണ്. ആരാധിക്കാൻ വരുന്നവർ ആത്മാർത്ഥതയില്ലാത്തവരാകുന്നതിലെ അപകടം ഇവിടെ പരാമർശിക്കുന്ന നിശബ്ദതയിലൊക്കെ ഒളിഞ്ഞിരിപ്പുണ്ട്. പരിമിതികൾ തളർത്താത്ത മനസ്സുമായി ആരാധനാ സ്ഥലത്ത് വരുന്ന ഇയാൾ ചില പാഠങ്ങൾ നമുക്ക് നൽകുകയാണ്. പരിമിതികളെയല്ല,
പരിമിതികളില്ലാത്ത ദൈവത്തെയാണ് ഇദ്ദേഹം കാണുന്നതും സ്നേഹിക്കുന്നതും. ദൈവ സാമീപ്യത്തിന് തടസ്സമാവുന്ന എല്ലാ വൈകല്യങ്ങളെക്കാളും ഉപരിയായി അതിജീവനത്തിൻ്റെ പാതയിൽ നടക്കുന്ന വ്യക്തിയായിട്ടാണ് ഇയാളെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. യേശുവിൻ്റെ സാമീപ്യം ഇയാളിൽ ഉണർത്തുന്ന ആത്മവിശ്വാസം നിസ്സാരമല്ല. ജീവിതത്തിൽ താൻ ആഗ്രഹിക്കുന്ന ആദരവും അംഗീകാരവും യേശുവിൽ നിന്ന് അയാൾക്ക് ലഭിക്കുന്നുണ്ട്. എഴുന്നേറ്റ് നടുവിൽ നിൽക്കുവാൻ ആവശ്യപ്പെടുന്നത് ഒരു ഔദാര്യമല്ല, മറിച്ച് ഒരു അവകാശമാണ്. പരിമിതികളെ വിട്ടെഴുന്നേൽക്കാനുള്ള ഒരു ക്ഷണമായിട്ടാണ് ഇതിനെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ജീവിതത്തിൽ ഇന്നയോളം ചിന്തിക്കാൻ കഴിയാത്തൊരിടത്തിൻ്റെ അവകാശിയാകുവാൻ അവനെ ക്ഷണിക്കുകയാണ്. ആരാധനാ ഇടത്തിലെ കേന്ദ്ര സ്ഥലത്തേക്കാണ് അവനെ ക്ഷണിക്കുന്നത്. എഴുന്നേറ്റ് നടുവിൽ നിൽക്കുവാൻ അവനോട് ആവശ്യപ്പെടുന്നു. ശരീരത്തിൻ്റെ പരിമിതികൾ കാരണം അവന് നിഷേധിക്കപ്പെട്ടിരുന്ന ദേവാലയത്തിൻ്റെ കേന്ദ്ര സ്ഥാനമാണ് യേശു കർത്താവ് അവന് സമ്മാനിക്കുന്നത്. ഈ സ്ഥലം അവനും കൂടി അവകാശപ്പെട്ടതാണ് എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ കൂടെയാണ് ഇത്. നടുവിലേക്ക് വരുന്നത് വഴി ഇപ്പോൾ നടുവിലായിരിക്കുന്നവർക്കൊപ്പം തുല്യതയുള്ളൊരു സ്ഥാനം, അതാണ് യേശു വാഗ്ദാനം ചെയ്യുന്നത്. നമ്മുടെ ജീവകാരുണ്യ പരിപാടികളെല്ലാം കേവലം ഔദാര്യങ്ങളായി തരം താഴ്ന്നു പോകുന്നില്ലേ എന്ന് ഇപ്പോൾ നമ്മൾ സന്ദേഹിക്കേണ്ടിയിരിക്കുന്നു. പരിമിതിയുള്ള മനുഷ്യർക്ക് ആവശ്യം സഹതാപമല്ല, സഹാനുഭൂതിയുമല്ല, അതിലുപരി ആദരവും അംഗീകാരവും അർഹമായ പരിഗണനയുമാണ്. അവർക്ക് അവകാശപ്പെട്ട ഇടം നൽകുന്നതിൽ, നമുക്ക് തുല്യമായി അവരെ പരിഗണിക്കുന്നതിൽ നാം ഇന്നും മടി കാണിക്കുന്നുണ്ട്. നമ്മുടെ ആരാധനാ ഇടങ്ങൾ ഭിന്നശേഷിക്കാർക്ക് സൗകര്യപൂർവ്വം പ്രവേശിക്കുവാൻ പര്യാപ്തമായിട്ടുള്ളതാണോ എന്ന് ഈ ദിനം നമ്മൾ പര്യാലോചിക്കേണ്ടിയിരിക്കുന്നു. ഭിന്നശേഷിക്കാർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ശൗചാലയങ്ങളും അവർക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന സഞ്ചാര വഴികളും ഇരിപ്പിടങ്ങളും തുടങ്ങി എത്രയോ കാര്യങ്ങളെക്കുറിച്ച് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഭിന്നശേഷിക്കാർക്ക് യാത്രാ സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ പരിഷ്കൃത സമൂഹം മാതൃകാപരമായി ഒരു നടപടിയും കൈക്കൊള്ളുന്നില്ല. വലിയൊരു വ്യാപാര സമുച്ചയത്തിനുള്ളിലെ എലിവേറ്ററിൽ സഞ്ചരിക്കുന്ന ആളുകളുടെ മനോഭാവത്തെ ചിത്രീകരിക്കുന്ന സുന്ദരമായൊരു വീഡിയോ ഈ കാലത്ത് അധികം പ്രചരിക്കപ്പെട്ടിട്ടുണ്ട്. പരമാവധി അതിൽ ഉൾക്കൊള്ളാവുന്നതിലും അധികം ആളുകൾ കയറി കഴിഞ്ഞപ്പോൾ എലിവേറ്റർ മുകളിലേക്ക് നീങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യം സംജാതമായി. കയറിയവരാരും പുറത്ത് ഇറങ്ങുവാൻ തയ്യാറാകാതെ വന്നപ്പോൾ ഓരോരുത്തരും അടുത്തയാളിനെ ആര് ഇറങ്ങും എന്ന് നോക്കുകയാണ്. ഒടുക്കം എലിവേറ്ററിൻ്റെ ഒരു കോണിൽ നിന്നും ഒരു പെൺകുട്ടി മുൻപോട്ട് വന്ന് അവൾ അതിന് പുറത്തേക്ക് നടന്ന് ഇറങ്ങുന്നു. എലിവേറ്ററിൻ്റെ വാതിൽ പെട്ടെന്ന് അടഞ്ഞു. ആളുകൾ മുകളിലേക്ക് യാത്ര ചെയ്യുകയാണ്. എന്നാൽ എലിവേറ്ററിൻ്റെ വാതിൽ അടയുന്ന സമയത്തിനുള്ളിൽ എല്ലാവരെയും ഇരുത്തി ചിന്തിപ്പിച്ച ഒരു കാഴ്ച അവർ കണ്ടു. അത് ഈ പെൺകുട്ടി ഊന്നുവടിയുടെ സഹായത്താൽ മാത്രം നടന്ന് മുമ്പോട്ട് പോവുകയാണ്. പരിമിതികളുള്ള ഒരു പെണ്ണാണവൾ. പരിമിതികളുള്ളവരെ സ്വീകരിപ്പാനും അവർക്ക് യാത്രാ സൗകര്യങ്ങൾ ഒരുക്കുവാനും പരിഷ്കൃത സമൂഹത്തിന് സാധിക്കുന്നില്ല എന്നതിൻ്റെ ഒരു വ്യക്തമായ നേർക്കാഴ്ച അവിടെ കാണുകയാണ്. സർക്കാർ കാര്യക്ഷമമായി ഭിന്നശേഷിക്കാരുടെ ക്ഷേമ പ്രവർത്തനത്തിൽ ശ്രദ്ധിക്കാതെ വന്നപ്പോഴാണ് കഴിഞ്ഞ സെപ്റ്റംബർ 11 സെക്രട്ടേറിയറ്റ് പടിക്കൽ ഒരു സമരം അരങ്ങേറിയത്. എൻ്റെ കുഞ്ഞിനെ ഒന്ന് കൊന്നു തരൂ എന്ന് ഭിന്നശേഷിയുള്ള കുട്ടിയുടെ പിതാവ് വാവിട്ട് കരഞ്ഞത് പൊതുസമൂഹത്തിൻ്റെ കണ്ണ് തുറപ്പിക്കേണ്ടതാണ്. ഇത്തരം സാഹചര്യത്തിൽ ആരാധനാ ഇടങ്ങളിൽ നാം കാഴ്ചക്കാരായി മാത്രം തീരുകയാണോ? ആരാധനാ സന്ദർഭങ്ങളിൽ ആശംസിക്കപ്പെടുന്ന സമാധാനം സ്വീകരിക്കാൻ ആരാധനയിൽ സംബന്ധിക്കുന്നവർക്കെല്ലാം കഴിയുന്നുണ്ടോ? അത്തരത്തിലൊരു മാനസികാവസ്ഥയിലാണോ അവർ അവിടെ ആയിരിക്കുന്നത് എന്നത് നമ്മൾ ഇരുത്തി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഷാലോം കേവലം ഒരു സമാധാന ആശംസ മാത്രമല്ല എന്ന് നമുക്ക് നന്നായി അറിയാം. അത് ഒരാളിൻ്റെ അന്തരാത്മാവോളം ഇറങ്ങി ചെല്ലേണ്ടതാണ്. 3-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ യേശു ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. നന്മ ചെയ്യുന്നതോ തിന്മ ചെയ്യുന്നതോ ജീവനെ രക്ഷിക്കുന്നതോ നശിപ്പിക്കുന്നതോ ഏത് നല്ലത് എന്ന ചോദ്യം. ശബത്ത് ആചരണത്തിൻ്റെയും ശബത്ത് നിയമത്തിൻ്റെയും യഥാർത്ഥ അർത്ഥം തേടുവാനായിട്ടാണ് യേശു ശ്രമിക്കുന്നത്. അപകടകരമായൊരു നിശബ്ദതയായിരുന്നു അവരുടെ മറുപടി. അതിനർത്ഥം സഹോദരൻ്റെ ക്ഷേമത്തേക്കാൾ തങ്ങൾ ഊന്നൽ നൽകുന്നത് ചില അനുഷ്ഠാനങ്ങൾ പരിരക്ഷിക്കപ്പെടുന്നതിലാണ്.
സഹോദരന്റെ കരങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനേക്കാൾ യേശുവിൻ്റെ കരങ്ങളെ ദുർബലപ്പെടുത്തുന്നതിനാണ് അവർ ശ്രമിക്കുന്നത്. സഹോദരന്റെ കരങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനേക്കാൾ യേശുവിൻ്റെ കരങ്ങളെ ദുർബലപ്പെടുത്തുന്നതിനാണ് അവർ ശ്രമിക്കുന്നത്. ശബത്ത് മനുഷ്യന് വേണ്ടി ഉണ്ടാക്കപ്പെട്ടത് എന്ന് യേശു പറയുമ്പോൾ മതം അതിനെ കാണേണ്ടത് ഒരു അവധി ദിനമായിട്ടോ വിശ്രമ ദിനമായിട്ടോ ആവരുത്. മനുഷ്യൻ്റെ ആവശ്യങ്ങളെ സഫലമാക്കി തീർക്കുന്ന ദൈവീക കരുതലിൻ്റെ ഭാഗമാകാനുള്ള ആഹ്വാനമാണ് ശബത്ത് നമുക്ക് നൽകുന്നത്. ആചാര അനുഷ്ഠാനങ്ങൾ മാത്രമായി ശബത്ത് തീർന്നു പോകുന്ന ഒരു മതമനുഷ്യനെ സൃഷ്ടിക്കുകയല്ല ഇതുവഴി ചെയ്യേണ്ടത്. യേശു അതിനെ നഖശികാന്തം വെല്ലുവിളിക്കുകയാണ്. അകത്തുള്ളവരെന്നും പുറത്തുള്ളവരെന്നും, സ്വന്തക്കാരെന്നും അന്യരെന്നും, സവിശേഷതയുള്ളവരെന്നും ഭാഗ്യഹീനരെന്നും മനുഷ്യനെ തരംതിരിക്കുന്ന ഒരു വ്യവസ്ഥിതിയെ യേശു എതിർക്കുകയാണ്. പരിമിതികളില്ലാതെ ഓരോ ദിനവും സംരക്ഷിക്കപ്പെട്ടാൽ ദൈവം നമുക്ക് മാത്രം നല്ലവനെന്ന് നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്ന ഒരവസ്ഥയ്ക്ക് മാറ്റമുണ്ടാവും. ഓരോ ആരാധനയും മുറിക്കപ്പെട്ട കർത്താവിനെയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. മുറിക്കപ്പെട്ട കർത്താവിനെ കണ്ടിട്ട് മുറിക്കപ്പെടുവാനായി സാധിക്കാതെ പോകരുത്. മുറിവേറ്റവരുടെ മുറിവിനെ കാര്യമാക്കാത്ത ഒരു ആത്മീയത അപകടമുള്ളതാണ്. അയൽപക്കത്തെ അവഗണിക്കുന്ന ആരാധനാ സമ്പ്രദായങ്ങൾ പൊളിച്ചെഴുതപ്പെടുന്നതിനാണ് യേശു ശ്രമിക്കുന്നത്. നമ്മുടെ മുൻഗണനകളെ ശരിയാക്കുന്നതിന് സഹായിക്കുന്നതാണ് യേശു പ്രസ്താവിച്ച ശബത്ത് നിയമങ്ങൾ. ശബത്തിനും മനുഷ്യപുത്രൻ കർത്താവാണ് എന്ന യേശുവിൻ്റെ പ്രസ്താവന ദൈവഹിതം പരിപോഷിപ്പിക്കുന്ന വിശ്രമ ദിനങ്ങൾ, ശബത്ത് ദിനങ്ങൾ നമുക്കുണ്ടാവണം എന്ന വിചാരം നൽകുകയാണ്. മതമാണോ പരിപോഷിക്കപ്പെടേണ്ടത് അതോ മനുഷ്യനാണോ? ഒന്നും ചെയ്യാതിരുന്നത് നന്നായി എന്നൊരു പരസ്യവാചകം ചോക്ലേറ്റ് കമ്പനിക്കാർ മാധ്യമങ്ങളിലൂടെ നമ്മെ കാണിക്കുന്നുണ്ട്. യേശു ചോദിക്കുന്നു, നന്മ ചെയ്യുന്നതോ തിന്മ ചെയ്യുന്നതോ, ജീവനെ രക്ഷിക്കുന്നതോ കളയുന്നതോ, ഏത് ശരിയായത്? ഇതുവഴി യേശു പറയാൻ ശ്രമിക്കുന്നത് ഒന്നും ചെയ്യാതിരിക്കുന്നത് ശരിയല്ല എന്നതാണ്. വിശ്രമത്തിനും ആരാധനയ്ക്കും മാത്രമുള്ളതല്ല ശബത്ത്, നന്മ ചെയ്യുവാനും ജീവനെ രക്ഷിക്കാനും കൂടിയാണ്. നമ്മുടെയും നമ്മുടെ അയൽപക്കത്തിൻ്റെയും ജീവൻ സമഗ്രമാക്കി തീർക്കുന്നതിനുള്ള പരിശ്രമമാവണം ശബത്ത് ആചരണം. കർത്തൃദിവസം പുതുക്കത്തിനും സേവന തൽപരതയ്ക്കും കൂടിയാവണം. ദൈവത്തോടുള്ള സ്വാഭാവിക ആരാധനയും അയൽപക്കത്തോടുള്ള സ്നേഹവും ആർദ്രതയുമുള്ള മനുഷ്യരെ സൃഷ്ടിക്കുവാനായിട്ട് ആരാധന മൂലം സാധിക്കണം. സൗഖ്യം ലഭിക്കപ്പെടേണ്ടത് പരിമിതികളുള്ള മനുഷ്യർക്ക് മാത്രമല്ല, നമുക്കും സൗഖ്യം അനിവാര്യമാണ്. നമ്മുടെ മനോഭാവങ്ങൾക്ക്, നമ്മുടെ നിശബ്ദതകൾക്ക്, നമ്മുടെ നിലപാടുകളില്ലായ്മകൾക്ക്, ഹൃദയ കാഠിന്യത്തിന് സൗഖ്യം ആവശ്യമായിരിക്കുന്നു. ആരാധനാ സമൂഹത്തിൻ്റെ കടമകളെക്കുറിച്ച് 3 വിചാരങ്ങൾ പങ്കുവച്ചിട്ട് ഉപസംഹരിക്കാം. 1, ഇടം തേടുന്നവരുടെ ഇടത്താവളങ്ങളായി ഇടവകകൾ തീരണം. ഇടം തേടുന്നവരുടെ ഇടത്താവളങ്ങളായി ഇടവകകൾ തീരണം. ആരാധനാലയത്തിലെ വരണ്ട കൈയുള്ള മനുഷ്യൻ അവർക്ക് ഒരു അലോസരം ഉണ്ടാക്കുന്നില്ല. ഭിന്നശേഷിക്കാരുടെ ഈ ദിനത്തിൽ മാത്രമല്ല, എല്ലായ്പ്പോഴും തുല്യതാബോധത്തോടെ അവരെ ചേർത്ത് നിർത്തുവാൻ സഭയ്ക്ക് സാധിക്കണം. മാനസിക വെല്ലുവിളികൾ നേരിടുന്ന മക്കൾക്ക് നമ്മുടെ ആരാധനാലയങ്ങളിൽ എന്ത് സ്ഥാനമാണ് നൽകുന്നത്? ആ കുട്ടികളോ അവരുടെ മാതാപിതാക്കളോ നമ്മുടെ സഹതാപം പ്രതീക്ഷിക്കുന്നില്ല. പരിഹാസത്തോടും പിറുപിറുപ്പോടും അവരുടെ സാന്നിധ്യം നാം ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ മനോഭാവം അടിമുടി മാറേണ്ടിയിരിക്കുന്നു. അത്തരം കുട്ടികൾ ആരാധനാ സമയത്തുണ്ടാക്കുന്ന അലോസരങ്ങളെ നിസ്സാരമായി കാണാനും അവരെ ചേർത്ത് നിർത്തുവാനും നമുക്ക് സാധിക്കണം. നാം വിമർശിക്കും, കുറ്റപ്പെടുത്തും എന്നതുകൊണ്ട് ആരാധനയിൽ പങ്കെടുക്കാതെ ഭവനങ്ങളിൽ ഒതുങ്ങിക്കൂടുന്ന എത്രയോ ഭിന്നശേഷിക്കാരുണ്ട്. അവരുടെ മാതാപിതാക്കളുടെ വേദനയും വികാരങ്ങളും ഒന്ന് കേൾക്കാനായെങ്കിൽ നന്നായിരുന്നു. നമ്മുടെ ഇടങ്ങളിൽ ജനിക്കുന്ന ഈ കാലഘട്ടത്തിലെ കുട്ടികളിൽ 100 മക്കളിൽ 40 പേരെങ്കിലും മാനസിക വെല്ലുവിളികൾ നേരിടുന്നു എന്നതാണ് പുതിയ പഠനം. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കുട്ടികളോടുള്ള സഭയുടെ കരുതൽ ശുശ്രൂഷയ്ക്ക് ഒരു പുനർവ്യാഖ്യാനവും പുനർചിന്തനവും ആവശ്യമാണ് എന്നത് ഈ ദിനത്തിൽ ഓർമ്മപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മുടെ അവരോടുള്ള സങ്കുചിത മനോഭാവത്തിൻ്റെ അതിരുകൾ വിസ്തൃതമാക്കേണ്ട കാലം അമാന്തിച്ചിരിക്കുകയാണ്.
പഴി പറഞ്ഞ് നാം പടിക്ക് പുറത്താക്കുന്നവർക്കും ദൈവമുണ്ട് എന്ന ചിന്തയാണ് ഈ ഇന്നത്തെ വേദഭാഗം നമുക്ക് നൽകുന്നത്. പരിമിതികൾ ഉള്ളപ്പോഴും ഇതെൻ്റെ സ്ഥലമെന്ന് കരുതാൻ പരിമിതിയുള്ളവന് സാധിക്കുന്ന തരത്തിലേക്ക് നമ്മളുടെ ഇടവകകൾ മാറണം. പരിമിതികൾ ഉള്ളപ്പോഴും ഇതെൻ്റെ സ്വന്തം സ്ഥലമെന്ന് പറയുവാൻ തക്ക രീതിയിൽ നമ്മളുടെ ഇടവകകൾ മാറണം എന്നതാണ് പറയാൻ ശ്രമിക്കുന്നത്. 2, കുറവ് കണ്ടെത്തുന്നവരുടെ കാലത്തെ കൃപയുള്ള മനുഷ്യരാവണം ആത്മീക മനുഷ്യൻ. കുറവ് കണ്ടെത്തുന്നവരുടെ കാലത്തെ കൃപയുള്ള മനുഷ്യരാവണം ആത്മീക മനുഷ്യർ. കുറ്റം കണ്ടെത്താൻ വന്നവരാണ് ബഹുഭൂരിപക്ഷം പേരും ദൈവാലയത്തിൽ. എന്നാൽ അതിനുള്ളിലെ വരണ്ട കൈയുള്ള മനുഷ്യൻ അവൻ ആത്മാർത്ഥമായി ആരാധിക്കാൻ വന്നവനാണ്. രക്ഷയുടെ അഥവാ വിടുതലിന്റെ സുവിശേഷത്തോടെ പ്രതികരിക്കാത്ത പരീശന്മാരും സ്വന്തം പ്രാണൻ പോലും വീണ്ടെടുപ്പ് വിലയായി നൽകിയ കൃപയുള്ള കർത്താവും ആരാണ് നമ്മളുടെ അനുകരണ മാതൃക? ദൈവരാജ്യം വിഭാവനം ചെയ്യുന്ന വിമോചന പ്രക്രിയയോടെ പ്രതികരിക്കാത്ത പരീശ മതമാണോ നമ്മുടേത്? അതോ നീതിയിലും സമാധാനത്തിലും സന്തോഷത്തിലും അധിഷ്ഠിതമായ ദൈവരാജ്യം സ്ഥാപിച്ച ക്രിസ്തുവാണോ നമ്മുടെ മതം? നന്മ ചെയ്യുന്നതിനും ജീവൻ സംരക്ഷിക്കുന്നതിനും വിളിക്കപ്പെട്ട സഭയുടെ ഇന്നത്തെ നിസ്സംഗത ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. നടുവിൽ നിർത്തിയും കൈ നീട്ടിപ്പിടിച്ചും അവൻ്റെ ഉണ്മയുടെ മഹത്വം അംഗീകരിച്ച ക്രിസ്തുവിൻ്റെ കൃപയുള്ള ഭാവമാവണം നമ്മൾ സ്വീകരിക്കേണ്ടത്. ക്രിസ്തുവിൻ്റെ മുഖമുള്ള സ്ഥലങ്ങളായിരിക്കണം ഓരോ ആരാധനാ സ്ഥലങ്ങളും. ക്രിസ്തുവിൻ്റെ മുഖമുള്ള സ്ഥലങ്ങളായിരിക്കണം ഓരോ ആരാധനാ സ്ഥലങ്ങളും. 3, മൗനികൾ പെരുകുന്ന ലോകത്തിൽ മൗനം വെടിഞ്ഞ മനുഷ്യൻ. മൗനികൾ പെരുകുന്ന ലോകത്തിൽ മൗനം വെടിഞ്ഞ മനുഷ്യൻ. അവരോ മിണ്ടാതെ ഇരുന്നു എന്ന് നാം ഈ വേദഭാഗത്ത് വായിക്കുന്നത് മനുഷ്യന്റെ ഒരു വന്യമായ സ്വഭാവത്തിന്റെ ആവിഷ്കാരമാണ്. മൗനം ഒരു ഹൃദയ കാഠിന്യമായിട്ടാണ് സുവിശേഷം പരിചയപ്പെടുത്തുന്നത്. ക്രിസ്തുവിൻ്റെ വളരെ ആക്രമണാത്മക സ്വഭാവമായി ഇവിടെ കോപത്തെ വിവരിക്കുകയാണ്. വേറിട്ടൊരു ശബ്ദമാകുവാൻ കെൽപ്പുള്ള ആരും അന്ന് ദൈവാലയത്തിൽ ആരാധനായിടത്തിൽ ഉണ്ടായില്ല എന്നതും യേശുവിനെ ദുഃഖിപ്പിച്ചു. ഭൂരിപക്ഷത്തെ പ്രസാദിപ്പിക്കുന്നതിനാണോ അത്യാവശ്യക്കാരനെ വീണ്ടെടുക്കുന്നതിനാണോ നാം ശ്രമിക്കുന്നത്? ഭൂരിപക്ഷത്തെ പ്രസാദിപ്പിച്ചാൽ പരിക്കുകളില്ലാതെ നാം രക്ഷപ്പെടും. പക്ഷേ ക്രൂശിതന്റെ വഴിയിലായിരിക്കില്ല നാം സഞ്ചരിക്കുന്നത്. ഭൂരിപക്ഷത്തെ പ്രസാദിപ്പിക്കാൻ ശ്രമിച്ചാൽ പരിക്കുകളില്ലാതെ നമുക്ക് രക്ഷപ്പെടാം. പക്ഷേ ക്രൂശിതന്റെ വഴിയിലായിരിക്കില്ല നാം സഞ്ചരിക്കുന്നത്. നമ്മൾ സംസാരിച്ചാൽ ഇടം കിട്ടുന്ന ഭിന്നശേഷിക്കാർക്കായി സംസാരിക്കുവാൻ നാം മുതിരണം. ഒഴിവാക്കണം എന്ന് പറയുന്നവർക്കായി നിലനിൽക്കുവാൻ കഴിയട്ടെ എന്ന് നമുക്ക് ആശിക്കാം. പരിമിതിയുള്ളവർക്ക് ലഭിക്കേണ്ട ഒരവകാശവും ഹനിക്കപ്പെടരുത്. ഭിന്നശേഷിക്കാർക്കായി സംസാരിക്കാനുള്ള മാനസിക പക്വത നാം ആർജിച്ചെടുക്കണം. ഭിന്നശേഷിക്കാരുടെ സാന്നിധ്യം അലോസരമാകാത്ത സൗഹൃദ ഇടങ്ങളായി നമ്മുടെ ദേവാലയങ്ങൾ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭിന്നശേഷിക്കാരുടെ സാന്നിധ്യം അലോസരമാക്കാത്ത സൗഹൃദ ഇടങ്ങളായി നമ്മുടെ ദൈവാലയങ്ങൾ മാറട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.